മലയാളികളായ കവികൾ പോലും തമിഴിൽ കാവ്യം എഴുതിയിരുന്നു. നമ്മളിപ്പോൾ പറയുന്ന കേരളം, അതിൽ ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശമാണ് പിൽക്കാലത്ത് കേരളമായി മാറുന്നത്. പുഷ്ടഭാഷ എന്ന് പറഞ്ഞാൽ ആ സംഘം കൃതികളാണ് ഏറ്റവും പ്രാചീനമായ സാഹിത്യം. കുടിയേറ്റം മലയാളത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, പ്രാബല്യവും ദൗർബല്യവും ഉണ്ടായ ഭാഷയാണ്. ഓൾറെഡി തമിഴും സംസ്കൃതവും ചേർന്നിട്ടുള്ളൊരു കലർച്ച ഉണ്ടായിരുന്നു. പിന്നീട് അത് ഇംഗ്ലീഷൂടെ വരികയാണ്. നമ്മുടെ ഭാഷ കരുത്തുറ്റതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ അവളെ ബ്ലോക്കി, കോവിഡ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ക്വാറന്റൈൻ, പരൽപ്പേർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പരൽപ്പേർ എന്ന് പറഞ്ഞാൽ സംഖ്യാശാസ്ത്രമാണ്. ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ്. ഇനി ഉഷ്ണരാജ്യം എടുത്തോ, അറേബ്യൻ നാടുകൾ എടുത്തോ, അവർക്ക് ഉറക്കെ സംസാരിക്കണം. അപ്പോൾ ഞാൻ ഗൂഗിൾ ഇട്ട് കഴിഞ്ഞപ്പം വാഴക്കുളം എന്നുള്ളത് വസാകുളം എന്നാണ് അവർ പറയുന്നത്. അനസ്തീഷ്യോളജിസ്റ്റ് എന്നൊരു വാക്ക് ഒരു തരത്തിലും ഒരു ഗ്രാമീണൻ്റെ നാവിൽ വഴങ്ങില്ല. ഇന്ന് മയക്ക് ഡോക്ടർ ഇല്ല, അപ്പം അതുകൊണ്ട് ഓപ്പറേഷൻ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. അല്ലേ, മയക്ക് ഡോക്ടർ അല്ല, ഒന്നാം തരം പ്രയോഗമല്ലേ. പല ആളുകളും അല്ലെങ്കിൽ പ്രത്യേകിച്ചും പല അന്യഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള പല നടിമാരും പറയുന്നൊരു കാര്യമായിട്ട് എപ്പോഴും ഞാൻ ഇൻ്റർവ്യൂസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, മലയാളം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജുകളിൽ ഒന്നായിട്ട് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനെയാണോ? ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാരണം ഏതൊരു ഭാഷയ്ക്കും അടിസ്ഥാന നിയമങ്ങളുണ്ട്. ഈ അടിസ്ഥാന നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ പിന്നീട് അത് പഠിക്കാൻ പ്രയാസമില്ല. ഈ അടിസ്ഥാന നിയമങ്ങൾ കൃത്യമായിട്ട് ആരും ഒരിടത്തും പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. അതാണ് ഒരു പ്രതിസന്ധി. ഇനി രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്, മലയാളം ഇങ്ങനെ അന്യഭാഷാ സമ്പർക്കം മൂലം കലർന്നു നിൽക്കുന്നത് കൊണ്ട് അല്പസ്വല്പം അന്യഭാഷയെക്കുറിച്ചും ഒരു ധാരണയുണ്ടെങ്കിലേ നമുക്ക് ശരിയായിട്ട് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, അൻ എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു പുല്ലിംഗ പ്രത്യയമാണ്. അൻ, അവൻ, ആ പ്ലസ് അൻ, അവൻ. രാമൻ, രാമഹ എന്ന് സംസ്കൃതത്തിൽ പറയും, മലയാളത്തിൽ അത് രാമൻ, അൻ വരും. അങ്ങനെയാണെങ്കിൽ ഈ അൻ ചേർത്താൽ അത് പുല്ലിംഗമാകുമെന്ന് ധരിച്ച് ബ്യൂട്ടീഷ്യൻ എന്ന വാക്കിലെ അൻ നമ്മളെടുത്തിട്ട്, ഇപ്പോൾ സമർത്ഥൻ എന്ന വാക്കെടുത്തല്ലോ, സമർത്ഥൻ, അതിൻ്റെ സ്ത്രീലിംഗ രൂപം ഉണ്ടാക്കാൻ അന്നങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി, സമർത്ഥ. അപ്പോൾ നമ്മൾ ഭാഷ പഠിക്കാത്ത ഒരാൾ ബ്യൂട്ടീഷ്യൻ, എന്നാൽ അന്നങ്ങ് എടുത്ത് കളഞ്ഞാൽ അതിൻ്റെ സ്ത്രീലിംഗ രൂപം ആവുമല്ലോ, ബ്യൂട്ടീഷ ഇല്ലേ? അപ്പോൾ അവിടെ അൻ മലയാളത്തിലെ പ്രത്യയം അല്ല, അത് ഇംഗ്ലീഷ് തന്നെയാണത്. ബ്യൂട്ടീഷ്യൻ, ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ, ഇതെല്ലാം ഇംഗ്ലീഷ് തന്നെയാണ്, അൻ മലയാളമല്ല. അപ്പം നമുക്ക് മലയാളത്തിലെ മിനിമം പരിചയം കൊണ്ട് നമ്മൾ വിചാരിക്കും ഈ അൻ ചേരുന്നത് അങ്ങ് എടുത്തു കളഞ്ഞാൽ അത് സ്ത്രീലിംഗമാകുമെന്ന്. അങ്ങനെ ആവില്ല. സർജൻ എന്ന് പറഞ്ഞാൽ സർജ എന്നല്ല, അതിനെ നമ്മൾ ആക്കണ ലേഡി സർജൻ എന്ന് പറയണം. ഡോക്ടറാണെങ്കിൽ ലേഡി ഡോക്ടർ എന്ന് പറയണം. അപ്പോൾ എങ്കിലേ അത് മലയാളമാവുള്ളൂ. അപ്പോൾ ഓരോ ഭാഷയുടെയും വ്യാകരണപരമായ, ഡോക്ടർ എന്ന് പറയുമ്പോൾ അതിന് ന്യൂട്രൽ ജെൻഡറാണ്. പക്ഷെ തിരിച്ച് കാണിക്കണേ എന്ത് ചെയ്യണം? അവരെ ഒന്ന് തിരിച്ച് കാണിക്കണമല്ലോ. ഡോക്ടർ ആണാണോ പെണ്ണാണോ നമ്മളൊന്ന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലേഡി ഡോക്ടർ എന്ന് പറയണ്ടേ, ഇല്ലേ? അപ്പോൾ അത് അങ്ങനെ പറഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. വനിതാ ഡോക്ടർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ആ ലേഡി എന്നുള്ളത് മലയാളത്തിലാക്കാം. അങ്ങനെ എല്ലായിടത്തും മലയാളം ആകുകയുമില്ല. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫെമിനിസ്റ്റ് എന്നുള്ള വാക്കെടുത്തിട്ട് അത് IST എന്നുള്ള അവസാനിക്കുന്നത്, അത് മാത്രം, അതിൻ്റെ പ്രത്യയം മാത്രം എടുത്തു കളഞ്ഞിട്ട് അവിടെ മലയാളം അങ്ങ് വെച്ചു, മലയാളത്തിലെ പ്രത്യയം വെച്ചു, ഫെമിനിച്ചി എന്ന് വെച്ചു. IST അങ്ങ് കളഞ്ഞിട്ട് അവിടെ ഇച്ചി എന്നുള്ള മലയാള പ്രത്യയമാണ് വെച്ചിരിക്കുന്നത്. അത് പരിഹസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. ഫെമിനിച്ചികൾ എന്ന് പറഞ്ഞാൽ കളിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് പ്രയോഗിച്ച് ഇപ്പോൾ അത് കളിയാക്കാനുള്ളതല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഒരു പ്രയോഗമായി മാറി. അത് ഭാഷയിൽ അങ്ങനെ സംഭവിക്കുന്നതാണ് ഒന്ന്. അതുപോലെ തന്നെ സഖാവ് എന്നതിന് സഖി എന്നാണ് വ്യാകരണപരമായി അതിൻ്റെ സ്ത്രീലിംഗ രൂപം. പക്ഷെ അത് അങ്ങനെ പ്രചരിച്ചില്ല. സഖാവ് എന്ന രൂപം
വന്നതിൽ ആണിനെയും പെണ്ണിനെയും സഖാവെന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ കെ ആർ ഗൗരിയമ്മ സഖാവ്, ഇ കെ നയനാർ സഖാവ്. അപ്പോൾ അവിടെ ആൺപെൺ ഭേദം അവർ കണ്ടിരുന്നില്ല. പക്ഷേ ഈ പുതിയ കാലത്ത് ആ ആൺപെൺ ഭേദം കാണിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവർ വനിതാ സഖാവ് എന്ന് ഉപയോഗിച്ചു. വനിതാ സഖാവ് എന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം, വനിത എന്ന് പറയുന്ന സ്ത്രീലിംഗം, സഖാവ് എന്ന് പറയുന്നതും പുല്ലിംഗവുമാണ്. അപ്പോൾ ഒരുതരം ട്രാൻസ്ജെൻഡർ സ്വഭാവമുള്ള വാക്കായി അത് മാറും. അപ്പോൾ അതിന് സോഷ്യൽ മീഡിയ തന്നെ ഇതിന് പരിഹാരം കണ്ടു. കളിയാക്കി സഖാത്തി എന്ന് വിളിച്ചു, സഖാത്തികൾ എന്ന് വിളിച്ചു. ആ ഇത്തിയാണ് ഇച്ചിയായി മാറുന്നത്. സഖാച്ചി എന്ന് പറയുന്നതും ഫെമിനിത്തിയാണ് ഫെമിനിച്ചിയാകുന്നത്. അപ്പോൾ സഖാത്തി എന്നുള്ളത് കുറേ കൂടെ നല്ല പ്രയോഗമാണ്. അത് കളിയാക്കിയാണ് വിളിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോൾ അത് അംഗീകൃതമാകും, റെഗുലർ പ്രയോഗമാകും, അംഗീകൃതമാകും. അപ്പോൾ സഹാച്ചികൾ എന്ന് വിളിക്കുന്നതും കറക്റ്റാണ്. അതാണ് വ്യാകരണപരമായ ഒരു സവിശേഷത. ശരിക്കും തിരഞ്ഞെടുപ്പാണോ, അല്ല അതിന് മലയാളത്തിലേക്ക് വരുമ്പോൾ അത് തിരഞ്ഞെടുപ്പാണോ തെരഞ്ഞെടുപ്പാണോ, അതേതാണ് ശരിയായിട്ടുള്ള വാക്ക് അല്ലെങ്കിൽ പ്രയോഗം? അത് വ്യാപകമായി ആളുകൾ ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പദം എടുത്താലും അതിനൊരു റൂട്ടുണ്ട്. വേറെ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നടക്കുന്നു, നടക്കാം, നടക്കണം, നടക്കട്ടെ. അപ്പോൾ അവിടെ ആവർത്തിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് നട. അതിനാണ് റൂട്ടെന്ന് പറയുന്നത്. ഇങ്ങനെ ആവർത്തിച്ച് നിൽക്കുന്ന ഒരു സാധനം. ഇപ്പം നട എന്ന് വെച്ചിട്ട് നമുക്ക് ധാരാളം 10-50 വാക്കുകൾ ഉണ്ടാക്കാം. നടക്കണം, നടക്കട്ടെ, നടക്കാം, നടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാം. അപ്പം നട എന്ന് പറയുന്നത് ആവർത്തിച്ച് അവിടെ നിൽക്കുക. അതേപോലെ തന്നെ റൂട്ട് തിര എന്നാണ്, തെര എന്നല്ല, തിരയാണ്. അപ്പം തിരയാണ് റൂട്ട് എന്നുള്ളത് കൊണ്ട് എഴുതുമ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് തന്നെ എഴുതണം, ഇലക്ഷൻ. ഇനി ഉച്ചാരണത്തിൽ ഈ മാനക രൂപങ്ങൾ ഉദാസീനത കൊണ്ട് ശിഥിലമാവും. ഉദാഹരണത്തിന് വില എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിലും നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വില. വിറക് എന്ന് എഴുതിയാലും നമ്മൾ അല്ലേ, ഇല എന്ന് എഴുതിയാലും എങ്ങനെയാണ് പറയുന്നത്? ഇല അല്ലേ. അപ്പം ഉദാസീനത കൊണ്ട് ഉച്ചാരണത്തിൽ മാത്രം ഈ മാറ്റം വരും. ഒരിക്കലും നമ്മൾ വില എന്ന് എഴുതാറില്ല, ഇല്ലേ? വില എന്ന് എഴുതും, പക്ഷെ പറയൂല. അതാണ് ഉദാസീനത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഉച്ചാരണത്തിൽ അത് തെറ്റല്ല, പക്ഷെ എഴുതുമ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് തന്നെ എഴുതണം, വേണം. ഇനി അവിടെ ഒരു സവിശേഷത കൂടി ഞാൻ പറയാം. ഇതുകൂടാതെ തിരിഞ്ഞെടുപ്പ് എന്നൊരു വാക്കുണ്ട്. തിരഞ്ഞെടുപ്പ് കൂടാതെ തിരിഞ്ഞെടുപ്പ്, അത് സെലക്ഷനാണ്. ഇപ്പോൾ നമ്മളൊരു തുണിക്കടയിൽ ചെന്നിട്ട് ഒരു ചുരിദാർ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പലതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിന് തിരിഞ്ഞെടുപ്പ് എന്ന് പറയും. തിരഞ്ഞെടുപ്പല്ല, തിരിഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പല്ല, തിരി എന്ന് വരണം. പക്ഷേ കുറേ കൂടെ സൂക്ഷ്മമായിട്ട് ആലോചിക്കുമ്പം തിരഞ്ഞെടുപ്പിനകത്തും ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തിരിഞ്ഞെടുപ്പിനും തിരഞ്ഞെടുപ്പിനും തിരഞ്ഞെടുപ്പ് എന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി തിരിഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അത്രയും സൂക്ഷ്മമായിട്ട് നമ്മൾ പോകേണ്ട കാര്യം ഇല്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇലക്ഷന് നമ്മൾ പക്ഷേ തിരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയണം. തിരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയണം. ഇനി സെലക്ഷന് നമുക്കത് തന്നെ പറയാം. ഈ ഇലക്ഷനകത്തും 4 പേര് നിന്നിട്ട് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. ആ സെലക്ഷൻ അതിനകത്തുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് രണ്ടിനും ഏത് ഉപയോഗിച്ചാൽ മതി? തിരഞ്ഞെടുപ്പ്. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ തെരഞ്ഞെടുപ്പ് എഴുതരുത്. പറയുന്നതിന് കുഴപ്പമില്ല. പറയുന്ന പറഞ്ഞാൽ നമുക്ക് ഉദാസീനത എന്ന് പറഞ്ഞാൽ ഇത്തരം വാക്കുകൾ നമുക്ക് അതിൻ്റെ ശരിയായ ഉച്ചാരണം നിലനിർത്തി ഉച്ചരിക്കാൻ പറ്റില്ല. അതിന് ഒരു പറ്റ എക്സാമ്പിൾ പറയാം. ഗ, ജ, ഡ, ദ, ബ, യ, ര, ല, വ. ഇതിൽ തുടങ്ങുന്ന ഒരു വാക്കും അതിൻ്റെ ശരിയായ ഉച്ചാരണത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ പറ്റിയില്ല. എക്സാമ്പിൾ പറയാം, ഇഷ്ടം പോലെ പറയാം. യ ആണല്ലോ, നമ്മൾ യക്ഷി എന്നെഴുതും. എങ്ങനെ ഉച്ചരിക്കുന്നത്? യക്ഷി. ബലൂൺ എന്നെഴുതും. എങ്ങനെ ഉച്ചരിക്കുന്നത്? ബലൂൺ. അല്ലേ? ഗജം എന്നെഴുതും. എങ്ങനെ ഉച്ചരിക്കുന്നത്? ഗജം. ആനയാണ് ഗജം, അല്ലേ? ഗജരാജൻ. ഡംഭ് എന്ന് ഉച്ചരിക്കും. ഡംഭ് എന്നെഴുതും. ഡംഭ് എന്ന് ഉച്ചരിക്കും. ബന്നി എന്നെഴുതും. ബന്നി എന്ന് ഉച്ചരിക്കും.
വച്ചു എന്നെഴുതും, വെച്ചു വെച്ചു എന്ന് ഉച്ചരിക്കും അല്ലേ. ക്ഷമ എന്നെഴുതും, ക്ഷമ അല്ലേ. അപ്പം ഗ ജ ഡ ദ ബ യ ര ല വ ക്ഷ, ഇത്രയും അക്ഷരങ്ങൾ യകാരഛായയോടെ അല്ലാതെ നമുക്ക് ഉച്ചരിക്കാനേ പറ്റിയല്ല. ഓക്കെ. അല്ലാതെ ഗജം എന്നൊക്കെ ഉച്ചരിക്കുന്നത് കേട്ടാൽ തന്നെ ഇവൻ എവിടെ നിന്ന് വന്നതാണ് നമുക്ക് തോന്നിപ്പോകും ഇല്ലേ. അങ്ങനെ ഉച്ചരിക്കാൻ പറ്റിയല്ല, അതങ്ങനെ ഉച്ചരിക്കേണ്ട കാര്യമില്ല. പക്ഷേ എഴുതുമ്പോൾ നമ്മൾ തിരിച്ചെഴുതണം. പക്ഷേ ഈ ഉച്ചാരണം ഇങ്ങനെ പ്രബലമായി വന്നപ്പോൾ ഇപ്പോൾ ബെന്നി എന്നൊക്കെ ആളുകൾ ബെ എന്ന് തന്നെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ബെന്നി എന്ന് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ബന്നി എന്നല്ല, ബെന്നി എന്ന് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഉച്ചാരണത്തിൽ ഉറച്ചു കഴിയുമ്പോൾ സാവധാനം അത് എഴുത്തിലേക്ക് കടന്നു വരും. ഇപ്പം നമ്മൾ ഇലാന്ന് എഴുതുന്നല്ലോ, ഇലാന്ന് എഴുതിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഉച്ചാരണവും കുഴപ്പമില്ല, എഴുതാൻ ഇച്ചിരി എളുപ്പമാണ്, പറയാനും എളുപ്പമാണ്. പയ്യെ 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 അത് ഇലയാകാം. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുനാസിക ശബ്ദങ്ങളോട് നമുക്ക് ഇഷ്ടം കൂടുതലാണ്. അനുനാസികം എന്ന് പറഞ്ഞാൽ ങ ഞ ണ ന മ, ഈ ശബ്ദങ്ങളോട് നമുക്ക് ഇഷ്ടം കൂടുതലാണ്. മലയാളികൾ അനുനാസിക പ്രിയന്മാരാണ്. അതിനൊരു ഉദാഹരണം ഇഷ്ടം പോലെ പറയാം. നന്ദി എന്ന വാക്ക് നമ്മളെങ്ങനെ ഉച്ചരിക്കുന്നത്? അനുനാസികമായില്ലേ ഇല്ലേ. അമ്പ എന്ന വാക്ക് എങ്ങനെ ഉച്ചരിക്കുന്നത്? ഇല്ലേ. ചന്ദനം എങ്ങനെ ഉച്ചരിക്കുന്നത്? ചന്ദനം. ഉണ്ടോ? അനുനാസികത്തോട് നമുക്കൊരു ഇഷ്ടം. ഭംഗി എന്ന് എഴുതിയിട്ട് എങ്ങനെ ഉച്ചരിക്കുന്നത്? ഭംഗി അല്ലേ. അപ്പം അനുനാസിക ശബ്ദങ്ങളോട് നമുക്ക് ഇഷ്ടം കൂടുതലുണ്ട്. അനുനാസിക പ്രിയന്മാരാണ് മലയാളികൾ. ഈ അനുനാസികങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വായ്ക്കുള്ളിൽ വരുന്ന കാറ്റ്, ശ്വാസവായു ഈ തൊണ്ടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്തേക്ക് പോകാൻ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന് വായിൽ കൂടെ, ഒന്ന് മൂക്കിക്കൂടെ. നമ്മളിങ്ങനെ അകത്തേക്ക് വലിച്ചെടുക്കുന്ന ശ്വാസം തിരിച്ച് ഇങ്ങനെ വന്ന് ഇവിടെ വരികയാണല്ലോ. വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ പുറത്തോട്ട് പോകുന്നത്? പുറത്തോട്ട് പോകാൻ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ വായിൽ കൂടെ പോകണം. ജലദോഷമൊക്കെ ആയിട്ട് മൂക്കടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് വായിൽ കൂടെ അല്ലേ നമ്മൾ ശ്വാസം എടുക്കുന്നത്, വേണം. അപ്പോൾ ശരിക്കും അനുനാസിക ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പം കാറ്റ് കുറച്ച് വായിൽ കൂടെയും കൂടുതൽ മൂക്കിക്കൂടെയാണ് പോകുന്നത്. ങ ഞ ണ ന മ, മൂക്കിക്കൂടെയാണ് കാറ്റ് പോകുന്നത്. ഈ മൂക്കിക്കൂടെ അനുനാസികം എന്ന് പറഞ്ഞാൽ നേസൽ എന്ന് തന്നെ അർത്ഥം. നേസൽ സൗണ്ടാണ്. മൂക്കിക്കൂടെ കാറ്റ് പോവുകയാണ്. ആ മൂക്കിക്കൂടെ പോകുന്നത് നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എം ജി ശ്രീകുമാറിൻ്റെ പാട്ടുകൾ നമുക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അതിന് നേസൽ സ്പർശം കൂടുതലാണ്. അമ്പലപ്പുഴ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലേ, നേസൽ സ്പർശം കൂടുതലാണ്. ആ നേസൽ സ്പർശമുള്ള പാട്ടുകൾ കൂടുതൽ ഇഷ്ടമാണ്. മിനുങ്ങും മിന്ന മിനുങ്ങി, മിന്നി മിന്നി തേടുന്നതാരേ നീ, 12 അക്ഷരങ്ങളും അനുനാസികത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. മിനുങ്ങും മിന്ന മിനുങ്ങി, മിന്നി മിന്നിത്തെ, അവിടം വരെ അനുനാസികമാണ്. എം ജി ശ്രീകുമാർ അത് പാടിയിരിക്കുന്നത് ഇല്ലേ. യേശുദാസിൻ്റെ അത്രയും നേസൽ സ്പർശമില്ല. അപ്പോൾ എം ജി ശ്രീകുമാറിൻ്റെ പാട്ടുകളും മോഹൻലാലിൻ്റെ ശബ്ദത്തിനും ഈ നേസൽ സ്പർശം കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്കത് കൂടുതൽ ഇഷ്ടം. അവരുടെ സൗണ്ടിനനുസരിച്ചുള്ളൊരു പാട്ടുമായിട്ട് നമുക്ക് തോന്നുന്നു. എം ജി ശ്രീകുമാറിൻ്റെ പാട്ട് കേട്ടോ, നേസൽ സ്പർശം കൂടുതലാണ്. കാറ്റ് കുറെ കൂടെ മൂക്കിക്കൂടെയാണ് വരുന്നത്. മോഹൻലാൽ പാടുന്നത് അഭിനയിക്കുമ്പോൾ അത് എം ജി ശ്രീകുമാർ തന്നെ ആ ഒരു ഫീല് കിട്ടുന്നതിൻ്റെ കാരണം ഈ മോഹൻലാലിൻ്റെ സൗണ്ടിനും അല്പം ഒരു സ്ത്രൈണതയുണ്ടല്ലോ, മമ്മൂട്ടിയുടെ അതില്ല. ആ സ്ത്രൈണാംശം നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ പാട്ടുകൾക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് ഇഷ്ടമാണ്. ഈ അനുനാസികങ്ങളെല്ലാം കൂടെ വരുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. അനുനാസിക പ്രിയന്മാരാണ് മലയാളികൾ എന്ന് തന്നെ AR രാജരാജവർമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഭംഗി, നന്ദി ഇതൊന്നും ഇഷ്ടമല്ല നമുക്ക്. പക്ഷെ എഴുതുമ്പോൾ നമ്മളത് അങ്ങനെ എഴുതുകയും ചെയ്യും. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഭംഗി എന്നൊക്കെ നമ്മൾ എഴുതിയും തുടങ്ങാം, കുറച്ചുകൂടെ എളുപ്പത്തിന്. ഉച്ചാരണത്തിൽ അത് സ്ഥായിയായി കഴിയുമ്പോൾ പയ്യെ 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 എഴുത്തിലേക്ക് വരും. അങ്ങനെയാണ് എഴുത്തിലത് മാനകമാകുന്നത്. ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 14 ഡിസ്ട്രിക്റ്റിലും മലയാള ഭാഷയുടെ പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നൊരു ട്രെൻഡാണ്. ഇപ്പം കാലിക്കട്ട് അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഒരാളും അല്ലെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്ത് ഒരാളും
ഒരേ കാര്യത്തിന് എങ്ങനെ അവരുടെ നാട്ടിൽ എന്താണ് പറയുന്നത്, ഇവിടെ എന്താ പറയുന്നത്, തിരുവനന്തപുരത്ത് എന്തായിരിക്കും അല്ലെങ്കിൽ കോഴിക്കോട് എന്തായിരിക്കും അതിന് പറയുന്നതെന്നുള്ള കുറേ ട്രെൻഡുകളുണ്ട്. അപ്പം ഇപ്പം ചിലർ ബത്തക്ക എന്ന് പറയും വാട്ടർമെലന്, ചില മറ്റിടത്തത് എന്താ പറയുക തണ്ണിമത്തൻ എന്ന് പറയും. അങ്ങനെ പല വാക്കുകളാണല്ലോ. അപ്പം നമ്മുടെ 14 ഡിസ്ട്രിക്റ്റിനും 14 സ്ലാങ്ങുകളാണ്, 14 ടൈപ്പ് ഓഫ് മലയാളമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഹിസ്റ്ററി തൊട്ട് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് ശരിക്കും? അതിന് നിസ്സാരമായ കാര്യം അതിനകത്തുള്ളൂ. അതായത് ഈ ലോകത്ത് ഏതൊരു ഭാഷയ്ക്കും 2 രൂപങ്ങളുണ്ട്. ഓക്കെ. ഒന്ന് വാമൊഴി, മറ്റൊന്ന് വരമൊഴി. വാമൊഴി എന്ന് പറഞ്ഞാൽ സംസാര ഭാഷ, വരമൊഴി എന്ന് പറഞ്ഞാൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ, സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയും. വാമൊഴി ഓരോ പ്രദേശത്തേതും വ്യത്യസ്തമായിരിക്കും. അത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ആളുകളുടെ ജീവിത രീതി, അവിടുത്തെ ആളുകളുടെ മറ്റ് സ്വഭാവങ്ങൾ, ഇതിനനുസരിച്ച് ആ പ്രാദേശികത അവരുടെ ഈ ഭാഷയിൽ വരും. അതേസമയം കോഴിക്കോടെന്നാണെങ്കിലും തിരുവനന്തപുരത്തെന്നാണെങ്കിലും കോട്ടയത്തെന്നാണെങ്കിലും വാർത്ത വായിക്കുന്നത് മാനക ഭാഷയിലാണ്. അപ്പം ഭാഷയ്ക്ക് 2 രൂപങ്ങളുണ്ട്, ഒന്ന് വാമൊഴിയും വരമൊഴിയും. വാമൊഴി എപ്പോഴും വ്യത്യസ്തമായിരിക്കും, അത് ആ പ്രദേശത്തിൻ്റെ ഭംഗി ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അത് അവിടുത്തെ സാഹചര്യത്തിലാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് കോഴിക്കോട് മലയാളം നല്ലത് അല്ലെങ്കിൽ കോട്ടയം മലയാളം നല്ലത് അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. എല്ലാ മലയാളവും നല്ലതാണ്. എല്ലാ മലയാളവും അതിൻ്റെ വാമൊഴി രൂപത്തിലാണ് അതിൻ്റെ ഭംഗി. അതതിൻ്റെ ഇപ്പോഴും ഡിബേറ്റ് നടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ശരിയായ മലയാളം പറയുന്നത്? തികച്ചും തെറ്റായ ഒരു കാഴ്ചപ്പാടാണത്. കോട്ടയം മലയാളം നല്ലതാണ്, ഇന്ന മലയാളം മോശമാണ്, അങ്ങനെയില്ല. ശരിക്കും അങ്ങനെ. പക്ഷെ മുമ്പ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ഈ മധ്യ തിരുവിതാംകൂറിലുള്ള ആളുകൾ കറക്റ്റായ മലയാളം പറയുന്ന. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. അതിർത്തി ദേശങ്ങളിലെല്ലാം ഉള്ളവരുടെ ഭാഷയിൽ അന്യഭാഷാ സമ്പർക്കം ഉണ്ടാവും. ഇപ്പോൾ കുമളി പോലെയുള്ള സ്ഥലത്താണെങ്കിൽ തമിഴ്, കാസർഗോഡാണെങ്കിൽ കന്നഡ, പാലക്കാടാണെങ്കിലും തമിഴ്. അങ്ങനെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം ഈ മിശ്ര ഭാഷ കലർന്നു വരും. മധ്യ കേരളം വരുമ്പോൾ അതിനുള്ള സാധ്യതയില്ല. അപ്പോൾ അവരുടെ ഭാഷ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ളൊരു സ്ഥലവുമായിട്ട് തന്നെയാണ്. ആണ്. അപ്പം ഈ മധ്യ കേരളം വരുമ്പോൾ ആ സാധ്യത ഇല്ലാത്തപ്പോൾ അവരുടെ ഭാഷ കുറേ കൂടി ലിഖിത രൂപത്തോട് അടുത്ത് നിൽക്കും. അതുകൊണ്ടാണ് അവരുടെ ഭാഷ കേമം എന്ന് നമുക്ക് തോന്നാനിടയാകുന്നത്. ഒരു ഭാഷയും ഒന്നിനേക്കാൾ നല്ലതോ ഒന്നിനേക്കാൾ മോശമോ അല്ല. ഓരോ സ്ഥലത്തും ആ പ്രദേശത്തിൻ്റെ ചാരുത ആ ഭാഷയിലുണ്ട്. അതുകൊണ്ട് 6 മലയാളിക്ക് 100 മലയാളം എന്നാണല്ലോ കൺസെപ്റ്റ് തന്നെ, അല്ലേ? ഓരോരുത്തർക്കും ഓരോ മലയാളമാണ്. നമ്മൾ സൂക്ഷ്മമായിട്ട് ചെല്ലുമ്പം ഈ പൊതുവായൊരു ഭാഷയുണ്ട്, ഒരു നാടിനൊരു ഭാഷയുണ്ട്, ഒരു വീടിനൊരു ഭാഷയുണ്ട്, വ്യക്തിക്കൊരു ഭാഷയുണ്ട്. ഐഡലക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം അനിലയുടെ വീട്ടിൽ സംസാരിക്കുന്ന വാക്കുകൾ പൊതുസമൂഹത്തിൽ ഇല്ലാത്ത പല വാക്കുകളും ഉണ്ടാവുമല്ലോ. ഒരു വീടിനൊരു ഭാഷയുണ്ട്, ഒരു നാടിനൊരു ഭാഷയുണ്ട്, ഒരു വ്യക്തിക്കൊരു ഭാഷയുണ്ട്. ഇതേ ആശയം വേറൊരാൾ വേറെ രീതിയിലേ പറയാൻ പറ്റുള്ളൂ. അത് ഭാഷയുടെ ശക്തിയും ഭാഷയുടെ സൗന്ദര്യവുമാണ്. ഭാഷയുടെ സർഗാത്മകത്വം നിലനിൽക്കുന്നത് വാമൊഴി രൂപത്തിലാണ്. പുതിയ പദങ്ങൾ, പ്രയോഗങ്ങൾ ഒക്കെ വരുന്നത് നമ്മുടെ കാലാവസ്ഥയായിട്ട് ഇപ്പം ഒരു നദിക്ക് അക്കരയും ഇക്കരയും ഉള്ളവരുടെ ഭാഷ വ്യത്യസ്തമായിരിക്കും. പാലം വന്നു കഴിയുമ്പോൾ അത് ഭാഷ ഇടകലരും, അങ്ങനെ ഇടകലരും. ഇനി ഇടകലരുന്നില്ല എങ്കിൽ അവിടെ സ്വതന്ത്രമായ ഭാഷയുണ്ടായി വരും. അതായത് തമിഴിൽ നിന്ന് വേറിട്ട മലയാളം രൂപപ്പെട്ടല്ലോ. പിന്നീട് എന്തുകൊണ്ട് അങ്ങനെ രൂപപ്പെടുന്നില്ല? പിന്നീട് ഈ സമ്പർക്കം കൂടുതലാണ്. എനിക്ക് ഇവിടുന്ന് കോഴിക്കോട് വരെ പോകാൻ 2-3 മണിക്കൂർ മതി, പോയി തിരിച്ചു വരാം. അപ്പോൾ ഈ സമ്പർക്കം കൂടും തോറും പുതിയ ഭാഷ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതാവും. സമ്പർക്കം കുറയും തോറും പുതിയ ഭാഷ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. ഈ യാത്രാ സൗകര്യങ്ങളും മറ്റുമൊക്കെ ഇപ്പം അമേരിക്കയും കാനഡയും ഒക്കെ പണ്ടത്തെ പോലെ ദൂരം ഉണ്ടോ ഇപ്പം? നമുക്ക് എല്ലാം അടുത്തില്ലേ? ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് എറണാകുളത്ത് നിന്ന് പാലാ വരെ പോകുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെല്ലാം, ഇല്ലേ? നെടുമ്പാശ്ശേരി നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവരവിടെ ചെല്ലും. അപ്പോൾ ദൂരം എല്ലാം കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നല്ല ഭാഷ ചീത്ത ഭാഷ എന്നൊരു കൺസെപ്റ്റേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ കയറുക, കാസർഗോഡ് വരെ കയറുക, ഓരോ സ്ഥലത്തും കയറുന്ന ആളുകളുടെ വർത്തമാനങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കുക. മലയാള ഭാഷയുടെ സകല ശക്തിയും സൗന്ദര്യവും നമുക്ക് മനസ്സിലാവും. നിശബ്ദമായിട്ടൊരു യാത്ര ചെയ്താൽ മതി. ട്രെയിനിൽ കയറുക തിരുവനന്തപുരത്ത് നിന്ന്,
എന്നിട്ട് ആളുകൾ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യുക, കാസർഗോഡ് വരെ. അപ്പോൾ മലയാള ഭാഷയുടെ മുഴുവൻ വൈവിധ്യവും നമുക്ക് കിട്ടും. അതെ, ഈ ഒരു ഡിഫറൻസിയേഷനിലൊരു ബ്യൂട്ടി ഉണ്ട്, എന്താ പറയുക, തീർച്ചയായിട്ടും ബ്യൂട്ടി തീർച്ചയായിട്ടും. ഉണ്ട്. പക്ഷേ ആക്ച്വലി അത് ലാംഗ്വേജിനെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ലാംഗ്വേജിനെ ബാധിക്കുന്നില്ല. കാരണം നമുക്ക് പൊതുവായ മാനക ഭാഷയുണ്ടല്ലോ. ഓക്കെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പത്രം അച്ചടിച്ച് വരുന്നത് ഒരിക്കലും കോഴിക്കോട് സ്ലാങ്ങിൽ പത്രം അടിച്ചു വരുന്നില്ലല്ലോ. കോഴിക്കോട് നിറങ്ങുന്ന പത്രം പോലും കോഴിക്കോട് സ്ലാങ്ങിലല്ല. അപ്പോൾ അതിനൊരു മാനക ഭാഷയുണ്ട്, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. എല്ലാ ഭാഷയ്ക്കും, ലോകത്തുള്ള എല്ലാ ഭാഷയ്ക്കും ഇതിന് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് ഇപ്പം കയറി വരണമെന്ന് കയറി വാ എന്നല്ലേ നമ്മൾ പറയുള്ളൂ. ഇപ്പോൾ വരാം എന്ന് നമ്മൾ ആരും ഇപ്പോൾ പറയാറില്ലല്ലോ. പോരാ, ഇൽ നമ്മൾ ഉപേക്ഷിച്ചു. ഏറ്റവും പുതിയ രീതി അനുസരിച്ച് ഈയും നമ്മൾ ഉപേക്ഷിച്ചു. പോരാ. ഇത്തരത്തിൽ രസകരമായിട്ടുള്ള പ്രയോഗങ്ങൾ തോന്നിയിട്ടുണ്ട്. ഇന്ന ജില്ലക്കാരുടെ ഈ പ്രയോഗം കുറച്ചുകൂടെ രസമാണ്, അല്ലെങ്കിൽ ഇത് തെക്കോട്ട് പോകുമ്പോഴും വടക്കോട്ട് പോകുമ്പോഴും അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയല്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ആ ഓരോ പ്രദേശത്തെ ആളുകളുടെ പിന്നെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയും. വള്ളുവനാടൻ ഭാഷയാണ് മികച്ച ഭാഷ എന്നൊക്കെ പറഞ്ഞ് സിനിമയിൽ ഒരു കാലത്ത് ഈ വള്ളുവനാടൻ ഭാഷയൊക്കെ ഉപയോഗിക്കുമായിരുന്നു. MD ഒക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന കാലത്ത്. ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. ഓരോ പ്രദേശത്തെയും ഭാഷയും അതിൻ്റെ ശക്തിയും സൗന്ദര്യവും ഉൾക്കൊള്ളുന്നതാണ്. ഈ വേർതിരിവ് പോലും തെറ്റായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഫലമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാർ, ഈ തമിഴ് ഭാഷ എപ്പോഴും പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ലാംഗ്വേജാണ്, അല്ലെങ്കിൽ ഭയങ്കര പാട്ടുകളാണെങ്കിലും ഭയങ്കര ഒരു ഫ്ലോ ആയിട്ടുള്ള പാട്ടുകളാണ്, വരികൾക്കാണെങ്കിലും ആ ഒരു ഭയങ്കര ഫ്ലോയി ഒരു നേച്ചർ ഉണ്ട് എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. മലയാളമാണെങ്കിൽ കുറച്ചുകൂടി കടുകട്ടി എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും എപ്പോഴും പറയുമ്പോഴും പറയുന്നത്. അത് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? അത് 100% ശരിയാണ്. തമിഴ് കുറെ കൂടെ മധുരമുള്ള ഭാഷയാണ് എന്നുള്ളത് സത്യമാണ്. തമിഴിൽ ഈ രണ്ടക്ഷര പദങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അത് മ്യൂസിക്കിനൊക്കെ വളരെ പെട്ടെന്ന് വഴങ്ങും അത്. അപ്പോൾ അതുകൊണ്ട് തമിഴ് പാട്ടുകൾ ശ്രദ്ധിച്ചാൽ ഡഡ്ഡാന്നിട്ട് കഴിഞ്ഞാൽ ഒരു തമിഴ് പാട്ടാവും. മലയാളത്തിൽ ഈ സംസ്കൃതത്തിൻ്റെ സ്വാധീനം കൂടുതലുള്ളതുകൊണ്ടും 80% വാക്കുകൾ സംസ്കൃതത്തിൽ സ്വീകരിച്ചതാണ്. അതിനകത്ത് രണ്ടക്ഷര പദങ്ങൾ കുറവാണ്, 3 അതിൽ കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില പാട്ടുകളിലൊക്കെ സമയരഥങ്ങളിൽ എന്ന് പറഞ്ഞ പാട്ടിൽ കുറ്റവാളികൾ എന്ന് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ഡയറക്ടർ കുറ്റവാളികൾ എന്നതിന് പകരം മ്യൂസിക്കിന് വഴങ്ങാത്തത് കൊണ്ട് കുറ്റവാളികൾ, സമയരഥങ്ങളിൽ എന്നൊരു പാട്ട് കേട്ട് നോക്കിയോ, അതിനകത്ത് കുറ്റവാളികൾ ജയചന്ദ്രനാണ് പാടുന്നത്, തിരിച്ചിരിക്കുന്നത്. അതേസമയം തമിഴിലാണെങ്കിൽ അങ്ങനെയല്ല. ചെല്ലപ്പേര് ആപ്പിൾ ഉണ്ടോ, എല്ലാം ഉസിലാംപട്ടി പെൺകുട്ടി നോക്കിയോ, മഞ്ഞിലിന്ത കാതലൻറ് യാരു വാഴുതൽ കൂടുമോ, എല്ലാം ഇങ്ങനെ രണ്ടക്ഷരം അസാമാന്യമായി ഭംഗിയാണത്. ഇനി മാത്രമല്ല, ലിപി ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് അവർ ഏത് വാക്കിനെയും തമിഴീകരിച്ച് അവർ സുന്ദരമാക്കും. നമുക്ക് ലിപി ദാരിദ്ര്യം ഇല്ലാത്തതുകൊണ്ട് ഏതും എവിടുന്ന് കയറി വരുന്നത് നമ്മൾ ഒന്നാമതേ നമുക്ക് ഒരു സ്വീകരണ മനോഭാവം കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ മറ്റാളുകളെല്ലാം വന്നവരെ നമ്മൾ സ്വീകരിക്കുകയാണല്ലോ ചെയ്തത്. ഭാഷയിലും അത് സംഭവിച്ചു. അത് സംഭവിച്ചപ്പോൾ ഭാഷയുടെ തനത് ഭംഗിക്ക് കോട്ടം തട്ടി എന്നേ ഉള്ളൂ. അത് പിന്നെ ഈ സംസാരിക്കുമ്പോഴാണെങ്കിലും തമിഴ് കുറച്ചുകൂടെ സ്വീറ്റ് ആവുന്നതിന് കാരണം ഇതാണ്. അതിന്റെ താളം നല്ല താളമല്ലേ, അത് ഈ രണ്ടക്ഷരങ്ങളുള്ള വാക്കുകൾ ആയതുകൊണ്ടാണ്. അത് മാത്രമല്ല, ആ ലാംഗ്വേജ് നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആ ലാംഗ്വേജിന്റെ ഭംഗി കൊണ്ട് കൂടിയിട്ടാണ്. അത് മാത്രമല്ല, അതുകൊണ്ടാണ് അത് അത്രയും സുന്ദരമായിട്ട് നമുക്ക് തോന്നുന്നത്. ശരി. അപ്പം ഒരു എന്താ പറയുക, ഒരു മലയാള വിഭാഗം ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അപ്പം HOD ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ് മലയാള വിഭാഗത്തിൻ്റെ. അപ്പം മലയാളം എന്ന ഭാഷയുടെ സൗന്ദര്യത്തെപ്പറ്റിയും അതിൻ്റെ പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ സംസാരിച്ചു. ശരിക്കും നമ്മളുടെ ഭയങ്കര സമ്പന്നമായിട്ടുള്ളൊരു ഭാഷയായിട്ട് സാറ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇനി നമ്മുടെ ഭാഷ എന്താ പറയുക, ഭാവി അല്ലെങ്കിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് എന്താ പറയുക നമ്മുടെ ഭാഷയുടെ ഒരു ഫ്യൂച്ചർ എന്നൊക്കെ ഉള്ളത് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ, യുനെസ്കോയുടെ ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. ലോകത്ത് 6000-ൽ പരം ഭാഷകളാണ് ഈ ലോകത്തുള്ളത്. അതിൽ 500ഓളം അവശ്യ ഭാഷകളുണ്ട് എന്നൊരു സ്റ്റഡി. അതിൽ 40ഓളം ഭാഷകൾ മൃതാവസ്ഥയിലാണ്. അതിലൊന്ന് മലയാളമാണെന്നാണ് യുനെസ്കോയുടെ സ്റ്റഡി. അങ്ങനെയെങ്കിൽ അടുത്ത 40 വർഷത്തിനുള്ളിൽ ഈ മലയാളം ഇല്ലാതാകും അല്ലെങ്കിൽ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് എന്നാണ് യുനെസ്കോയുടെ പഠനം.
പക്ഷേ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം മലയാളം സ്വീകരിക്കുന്നത് മുഴുവനും നാമപദങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ നാമപദങ്ങൾ ഭാഷയെ ശക്തിപ്പെടുത്തുകയുള്ളൂ, ദുർബലമാക്കില്ല. ക്രിയാഘടനയിലേക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കാര്യമായിട്ട് കയറാൻ മറ്റ് ഭാഷക്കാർക്ക് പറ്റുന്നുമില്ല. അങ്ങനെയെങ്കിൽ പണ്ടുണ്ടായതുപോലെ ഒരു നവീന മണിപ്രവാളം ഉണ്ടാവാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. നശിക്കാനല്ല, മലയാളം മറ്റൊരു കോമ്പിനേഷൻ, ഭാഷയുടെ മറ്റൊരു കോമ്പിനേഷനുള്ള മിശ്ര സ്വഭാവമുള്ള ഒരു പുതിയൊരു ലാംഗ്വേജ് ആയിട്ട് വരാനാണ് സാധ്യത, അല്ലാണ്ട് ഇല്ലാതാവാനല്ല സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാലും മലയാളം എന്നൊരു ഭാഷ സ്വന്തമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് നഷ്ടപ്പെടും എന്നുള്ളതാണോ? സ്വന്തമായിട്ടുള്ള എക്സിസ്റ്റൻസ് നഷ്ടപ്പെടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, എത്രമാത്രം കലർന്ന് നിന്നാലും ഈ നാമപദങ്ങൾ കലരും തോറും ഭാഷയുടെ സ്വത്വം നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ക്രിയയിലേക്ക് കടന്നാലേ ഭാഷ നശിക്കുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ബ്ലോക്കി പോസ്റ്റി എന്നൊക്കെ വരുമ്പോഴേ ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ട്, ഞാൻ കല്യാണിക്കാറായി എന്ന് പറയുന്നു. കല്യാണം കഴിക്കാൻ പ്രായമായി എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കല്യാണിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു പൊതുവായ പ്രയോഗമായി വരുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഭാഷ മറ്റൊരു മണിപ്രവാളമായോ മറ്റൊരു മിശ്ര രൂപത്തിലോ വരാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് രസകരമായിട്ടും അതുപോലെ എന്താ പറയുക കുറച്ചുകൂടെ സീരിയസ് ആയിട്ടും ഒക്കെ മലയാള ഭാഷയെ പറ്റിയിട്ടൊക്കെ നമ്മളോട് സംസാരിച്ച് ഇത്രയും നേരം നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇതുപോലുള്ള മനോഹരമായ സംസാരങ്ങൾ, കോൺവെർസേഷൻസ്, ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻസ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് അതിൽ എന്താ പറയുക ഇരിക്കാൻ പറ്റട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.